പോണ്ടിച്ചേരിയിലുള്ള റോക്ക് ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞങ്ങൾ പോണ്ടിച്ചേരിയിലുള്ള റോക്ക് ബീച്ച് കാണുന്നതിനാണ് പോകുന്നത്. ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്ന് ബീച്ചിലേക്ക് ബസ്സിലാണ് പോകുന്നത്. പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും റോക്ക് ബീച്ചിലെത്താൻ 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ബസ്സിൽ ഏകദേശം 20 മിനിറ്റ് യാത്ര ചെയ്യേണ്ടതുണ്ട്. ബസ്സിൽ നിന്നിറങ്ങിയതിന് ശേഷം ഏകദേശം 5 മിനിറ്റ് നടന്നതിന് ശേഷമാണ് ബീച്ചിൽ എത്തിച്ചേർന്നത്. ബീച്ചിലേക്ക് പോകുന്ന വഴി കടയിൽ നിന്ന് കുൽഫിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ നടന്നത്. ഞങ്ങളിവിടെ രാവിലെ 11 മണിയായ സമയത്താണ് എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടുമായിരുന്നു. പ്രൊമനേഡ് ബീച്ച് അല്ലെങ്കിൽ പോണ്ടിച്ചേരി ബീച്ച് എന്നും അറിയപ്പെടുന്ന റോക്ക് ബീച്ച് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഒരു ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ തീരപ്രദേശം 1.5 കിലോമീറ്റർ നീളമുള്ളതാണ്. വിചിത്രമായി തോന്നുമെങ്കിലും ഈ ബീച്ചിലെ കറുത്ത പാറകൾ പാറക്കല്ലുകളല്ല, അവ കടൽ തീരത്ത് നിന്ന് ഒലിച്ചുപോയ കറുത്ത അഗ്നിപർവ്വത പാറകളെന്നാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായൊരു ബീച്ചും മാത്രമല്ല നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ചുമാണ് ഈ റോക്ക് ബീച്ച്. കടൽ തീരത്തിന് അഭിമുഖമായി നിരവധി കഫേകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്നാണ് അവിടെ ഒരു പുതിയൊരു കാഴ്ച കാണാൻ പറ്റിയത്. ക്ലീൻ ചെയ്യുന്നതാണോ മണൽ മാറ്റുന്നതാണോ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. വെള്ളം പമ്പ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കറുത്ത കളറിലുള്ള വെള്ളമാണ് ആദ്യം പമ്പ് ചെയ്യുന്നത്. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണ നോർമൽ വെള്ളത്തിൻ്റെ കളറായി മാറി. കടൽ തീരത്തിൻ്റെ സൈഡിലെല്ലാം മനോഹരമായ ഇതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സീ ഗ്രേപ്പ് പ്ലാന്റ് ആണ്. ഈ ചെടിയിൽ മുന്തിരി കായ്ക്കുന്ന പോലെ തന്നെ കുലകുലയായാണ് കായ്ക്കുന്നത്. ഗ്രേപ്സ് പാകമാകുമ്പോൾ ഒരു കുലയിൽ തന്നെ പച്ചയും പർപ്പിൾ കളറും ബ്രൗൺ കളറും നല്ല ഭംഗിയാണ് അത് കാണാൻ.
ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. റോക്ക് ബീച്ചിനടുത്ത് കേരള ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങൾ മാപ്പിൽ സെർച്ച് ചെയ്ത് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തി ഒരു മലയാള ബോർഡും കൂടെ കാണാൻ പറ്റി. എൻ്റെ നാട് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞങ്ങൾ ഊണാണ് ഓർഡർ ചെയ്തത്. പോണ്ടിച്ചേരിയിലുള്ളവർക്ക് കേരള ചോറ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഇവിടെ വന്ന് കഴിക്കാമല്ലോ. ഊണിൻ്റെ കൂടെ അയലമീൻ ഫ്രൈയും നെമ്മീൻ ഫ്രൈയും കൂടെ വാങ്ങി. അങ്ങനെ ചോറും അവിയലും ക്യാബേജ് തോരനും പച്ചടിയും അച്ചാറും സാമ്പാറുമാണ് കിട്ടിയത്. ചോറ് കേരള ചോറാണെങ്കിലും അവിയലും തോരനും ഒന്നും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ടേസ്റ്റ് അല്ലായിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ സ്ഥലത്തുള്ള കറികൾക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ഞാനിവിടെ വീട്ടിൽ നിന്ന് കൊഞ്ച് ഫ്രൈ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പുറത്തുള്ള ഫുഡ് അവിടെ വെച്ച് കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് കൊഞ്ചും കൂടെ ഇതിൻ്റെ കൂടെ എടുത്ത് കഴിച്ചു. ഊണിൻ്റെ കൂടെ പപ്പടവും പായസവും കൂടെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്